കച്ചത്തീവുമായി ബന്ധപ്പെട്ട തർക്കം 50 വർഷം മുൻപ് പരിഹരിച്ചതാണ്. ഇനി അത് പുനഃപരിശോധിക്കേണ്ട ആവശ്യമില്ല. കച്ചത്തീവ് വിഷയത്തിൽ അലി സാബ്രി കഴിഞ്ഞ ദിവസം പറഞ്ഞ വാക്കുകളാണിത്. ഇന്ത്യയുടെ ഭാഗമായിരുന്ന കച്ചത്തീവ് ദ്വീപിന്റെ അധികാരം 1974-ൽ അന്നത്തെ ഇന്ദിരാഗാന്ധി സർക്കാർ ശ്രീലങ്കയ്ക്ക് വിട്ടുകൊടുത്ത തീരുമാനത്തെ മോദി നിശിതമായി വിമർശിച്ചിരുന്നു. തന്ത്രപ്രധാനമായ കച്ചത്തീവ് ദ്വീപ് കോൺഗ്രസ് മറ്റൊരു രാജ്യത്തിന് നിസ്സാരമായി വിട്ടുകൊടുത്തെന്നാണ് മോദി ആരോപിച്ചത്. പ്രധാനമന്ത്രി കച്ചത്തീവ് വിഷയത്തിൽ നടത്തിയ പ്രസ്താവനയിൽ ഇതാദ്യമായാണ് ശ്രീലങ്ക ഔദ്യോഗികമായി പ്രതികരിക്കുന്നത്. ശ്രീലങ്കയിലെ മാധ്യമപ്രവർത്തകർ ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു അലി സാബ്രി. കച്ചത്തീവ് വിഷയത്തിൽ ആരാണ് ഉത്തരവാദികൾ എന്നത് സംബന്ധിച്ച ചർച്ചകൾ മാത്രമാണ് ഇന്ത്യയിൽ നടന്നത്. അത് ഇന്ത്യയുടെ ആഭ്യന്തര രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട ചർച്ചയുമാണ്, അല്ലാതെ കച്ചത്തീവുമായി ബന്ധപ്പെട്ട ചർച്ചയല്ല. കഴിഞ്ഞ ദിവസമായിരുന്നു ശ്രീലങ്കൻ മാധ്യമങ്ങൾ ഇന്ത്യയെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും വിമർശിച്ച് രംഗത്തെത്തിയത്. മാത്രമല്ല, കച്ചത്തീവിനെ ആയുധമാക്കി തമിഴ്നാട്ടിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്നതിനെതിരെ മുന്നറിയിപ്പുമായി മുൻ വിദേശകാര്യ സെക്രട്ടറിയും രംഗത്ത് വന്നിരുന്നു. കച്ചത്തീവ് ഒരു രാഷ്ട്രീയ വിഷയമാക്കിയാൽ സെൽഫ് ഗോളാകുമെന്ന ശിവശങ്കർ മേനോനും ശ്രീലങ്കയുമായുള്ള ഇന്ത്യയുടെ ബന്ധത്തെ ബാധിക്കുമെന്ന് നിരുപമ റാവുവും ചൂണ്ടിക്കാണിച്ചിരുന്നു. കച്ചത്തീവ് വിഷയം കത്തുമ്പോൾ ഇന്ത്യ സമുദ്രാതിർത്തി ലംഘിച്ചാൽ പരമാധികാരത്തിന്റെ കടന്നുകയറ്റമായിരിക്കും അതെന്ന് ശ്രീലങ്ക മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ്. പാക് കടലിടുക്കിൽ ഇന്ത്യൻ തീരത്ത് നിന്ന് 33 കിലോമീറ്റർ അകലെയുള്ള ജനവാസമില്ലാത്ത ദ്വീപാണ് കച്ചത്തീവ്. 1970കളുടെ മധ്യത്തിൽ ഇന്ത്യ ശ്രീലങ്കയ്ക്ക് നൽകിയ ദ്വീപിനെ കുറിച്ചുള്ള ചർച്ചകൾ വീണ്ടും ഉയർത്തിക്കൊണ്ടുവന്നത് BJP-യാണ്. ഇന്ദിരാഗാന്ധിയും DMK-യും കാരണമാണ് ദ്വീപ് വിട്ടുകൊടുക്കേണ്ടി വന്നതെന്നായിരുന്നു മോദി വാദിച്ചത്. ഇൻഡോ ശ്രീലങ്കൻ മാരിടൈം ഉടമ്പടിയുടെ ഭാഗമായി കച്ചത്തീവിനെ ശ്രീലങ്കയ്ക്ക് വിട്ടുകൊടുക്കാൻ ഇന്ദിരാഗാന്ധി സർക്കാർ 1974-ൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമുദ്രാതിർത്തി തർക്കം പരിഹരിക്കുന്നതിന്റെ ശ്രമമായി ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികൾക്ക് ദ്വീപിലേക്ക് കടക്കാൻ അനുമതി നൽകിയിരുന്നു. എന്തായാലും കച്ചത്തീവ് ദ്വീപ് വിഷയം ഇപ്പോൾ ചർച്ചയിൽ ഇടം പിടിച്ചതിന്റെ ആദ്യ തിരികൊളുത്തിയത് പ്രധാനമന്ത്രിയല്ല, BJP തമിഴ്നാട് അധ്യക്ഷൻ K. അണ്ണാമലയാണ്. അദ്ദേഹത്തിന് ലഭിച്ച വിവരാവകാശ രേഖ അടിസ്ഥാനമാക്കി ടൈംസ് ഓഫ് ഇന്ത്യ 1-ാം പേജിൽ പ്രസിദ്ധീകരിച്ച വാർത്തയിലൂടെയാണ് ഇപ്പോഴത്തെ വിവാദങ്ങളുടെ എല്ലാം തുടക്കം. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിലെ വോട്ടർമാർ, പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളികളുടെ വോട്ട് കച്ചത്തീവ് വിഷയത്തിൽ നിർണായകമാകും.